നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബ്രേക്ക് പോയിന്റ് ആപ്ലിക്കേഷനിൽ നമ്മളൊരു പുതിയൊരു ഫീച്ചർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് ETF ട്രെൻഡ് റൈഡർ എന്നാണ്. എന്താണ് ഈ ഫീച്ചർ എന്നും ഇത് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ETF ട്രെൻഡ് റൈഡർ എന്ന് പറയുന്നത് നമ്മളൊരു കുറച്ച് പല സെക്ടറുകളിലുള്ള പലതരത്തിലുള്ള ETF-കളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കത് എപ്പോൾ വാങ്ങാമെന്നും വിൽക്കാമെന്നും ഉള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സ്കാനറാണ് നമ്മൾ ബ്രേക്ക് പോയിന്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഈ കാണുന്നത് ETF ട്രെൻഡ് റൈഡറിന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ 23/5/2024 മുതൽ 19/3/2025 വരെയുള്ള കുറച്ച് ട്രേഡുകളെ ആസ്പദമാക്കിയാണ്. അതായത് 28 ട്രേഡുകളാണ് നമുക്ക് ആ കാലയളവിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ വരുന്നത് ഒരു 7 തരത്തിലുള്ള ETF-കളാണ്. ഈ ETF-കൾ ഈ കാലയളവിൽ എത്ര ട്രേഡ് വന്നെന്നും ടോട്ടൽ എത്ര പ്രോഫിറ്റ് വന്നെന്നും എത്ര ലോസ് വന്നും എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് നോക്കിയാൽ അറിയാം. ടോട്ടൽ നമുക്ക് 28 ട്രേഡ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ETF-ഉം നോക്കുമ്പോഴും അത് ഈ 8 ട്രേഡ്സ് എടുത്തപ്പോഴും അല്ലെങ്കിൽ ആ പറഞ്ഞ ട്രേഡ്സ് എടുത്തപ്പോഴും എത്ര പ്രോഫിറ്റ് നമുക്ക് വന്നു എന്ന് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന ഈ ഡേറ്റ കഴിഞ്ഞ 7-ാം തീയതി വരെയുള്ള ഒരു ഡേറ്റയാണ്. അതായത് ഇതുവരെ എത്ര ETF-കൾ ആക്റ്റീവ് ആണെന്നും അത് എത്ര ഡേയ്സ് ആയിട്ട് ഓപ്പൺ ആയിരിക്കുന്നെന്നും ഇതുവരെ എത്ര റിട്ടേൺസ് തന്നുവെന്നും എന്നുള്ള ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ. നമുക്ക് ഈ ഫീച്ചർ, ഈ സ്കാനർ നമുക്ക് ബ്രേക്ക് പോയിന്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ വളരെ ഈസി ആയിട്ട് കാണാവുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ബ്രേക്ക് പോയിന്റ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും എങ്ങനെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമ്മുടെ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്ന നമ്മുടെ സ്കാനർ നിങ്ങൾക്ക് brkpoint.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ മെയിൻ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇവിടെ സാധിക്കും. നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് സൈനപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഈ ലോഗിൻ പേജിൽ വന്നാൽ നിങ്ങൾ സൈനപ്പ് ചെയ്തപ്പോൾ ഉപയോഗിച്ച ആ ഇമെയിൽ ID ഇവിടെ ആഡ് ചെയ്യുക. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പോയിന്റിന്റെ ഡാഷ്ബോർഡ് കിട്ടുന്നതാണ്. നിങ്ങളൊരു ആക്റ്റീവ് മെമ്പർ അല്ല എങ്കിൽ നിങ്ങൾക്ക്